ഈ കെട്ടിൻ്റെ പണിയെടുക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ബിൽഡിങ് ബ്രിക്സ് കെട്ടുന്നവർ, കട്ട കെട്ടുന്നവരെ ഉപയോഗിക്കുന്ന ഒത്തിരി പണിയായതുകൊണ്ട് മുഴക്കോലുണ്ട്, കുലശേഖരം, സിമൻറ്റ് കത്തി, പിന്നെ തേപ്പ് പലക, ചുറ്റിക, നൂല്, സിമൻറ്റ് ചട്ടി, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിനകത്തൊരു സാധനം തൂക്കുകട്ട. ഈ തൂക്കുകട്ട എല്ലാവർക്കും അതങ്ങോട്ട് എങ്ങനെയാണ് തൂക്കുകട്ട സൈലൻ്റ് പണിയാണ് എടുക്കുന്നത്. സൈലൻ്റ് പണി. ബാക്കിയുള്ളതൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. തൂക്കുകട്ടയ്ക്ക് ഒരു ഒച്ച ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുറ്റിക അടിക്കുമ്പോൾ ഒച്ച ഉണ്ടാവും. തേപ്പ് കത്തി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട് ഉണ്ടാവും. ചട്ടി നിരക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടാവും. എന്നാൽ സൈലൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് തൂക്കുകട്ട. ഈ തൂക്കുകട്ട ഉള്ളതുകൊണ്ടാണ് ബിൽഡിംഗ് ഒക്കെ നേരെ ചൊവ്വയിരിക്കുന്നത്, അല്ലേ? തൂക്കുകട്ട ഇല്ലാതെ ഭിത്തി കെട്ടിയാൽ അതിൽ അത്ര എക്സ്പേർട്ടായിരിക്കണം. തൂക്കട്ട ഇല്ലാതെ കെട്ടിയാലും അവസാനം അവർ കെട്ടി തീരാൻ നേരത്ത് തൂക്കട്ട പിടിക്കും. എന്നാൽ ഓരോ കട്ടയ്ക്കും തൂക്കട്ട പിടിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം ചില ആൾക്കാർ അങ്ങനെയല്ല. ചിലർ ഒരു 4 കട്ട കെട്ടിയിട്ടേ തൂക്കട്ട പിടിക്കുകയുള്ളൂ. അവർക്ക് ഇച്ചിരൂടെ എക്സ്പേർട്ടാണ്. ഓരോ കട്ടയ്ക്കും തൂക്കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പേർട്ട് കുറഞ്ഞ പരിപാടിയാണ്. ഒരു 2-3 കട്ട കെട്ടിയിട്ട് അതിൻ്റെ മണ്ട തൂക്കട്ട പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പേർട്ടാണ്. 5 കട്ട കെട്ടിയിട്ടാണ് തൂക്കട്ട പിടിക്കുന്നതെങ്കിൽ അതിനേക്കാൾ എക്സ്പേർട്ടാണ്. ഒരു 6 നിര കല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ ചെക്കല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ വെട്ടുകല്ല് വെച്ചിട്ട് കെട്ടി എന്നിട്ട് തൂക്കട്ട പിടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര എക്സ്പേർട്ടാണ്. അങ്ങനെയാണ് എക്സ്പേർട്ടിൻ്റെ കഥ പോകുന്നത്. ഇതൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കേട്ടോ. എല്ലായിടത്തും ഒരുപോലെ അല്ലായിരിക്കും. നമ്മുടെ വീട്ടിൽ അത്യാവശ്യ സാധനങ്ങളെല്ലാം വേണം. എൻ്റെ ഒരു സ്നേഹിതൻ കാനഡയിൽ, അദ്ദേഹം അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചുമ്മാ ഇങ്ങനെ കുശലപ്രസംഗമൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ ഈ വീട്ടിലെ അത്യാവശ്യം പണിയൊക്കെ അവിടെ ആരാ വന്ന് ചെയ്തു തരുന്നത്? അവിടെ നമുക്ക് ഇതുപോലത്തെ കെട്ടിൻ്റെ പണിക്കാരൊക്കെ വരാറുണ്ടോ? അവർ പറഞ്ഞാൽ എൻ്റെ ഭാഷ അവിടെ കെട്ടിൻ്റെ പണിക്കാരും ഇല്ല, തട്ടിൻ്റെ പണിക്കാരും ഇല്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. സാധനം നമ്മൾ വാങ്ങാൻ കിട്ടും, അത് പോയി മേടിച്ചിട്ട് വരിക, നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ചെയ്യണം. അതല്ലാതെ അവിടെയൊക്കെ ഒന്നും പണിയെടുക്കാനോ പിടിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ഞങ്ങൾ താമസിക്കുന്ന റെയറായ ഒരു ഏരിയയിലാണ്. അവിടെയെങ്കിലും ആൾക്കാരും കൊണ്ട് പണിയെടുക്കാൻ അവിടെ തപ്പി നടക്കാൻ അതിനേ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പോഴൊക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, പക്ഷേ അന്നൊന്നും അതില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. ഒരു കണക്ക് നല്ലൊരു കാര്യമായിപ്പോയി, അല്ലേ? നമ്മളെല്ലാ പണിയും അത്യാവശ്യ പണിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. ഒരു സിമൻറ്റ് കത്തി, ഒരു തൂക്കുകട്ട, ഇതൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചോ. ഒരു പ്രാവശ്യം മേടിച്ചാൽ മതി. ആഴ്ച സിമൻറ്റ് ചട്ടി മേടിക്കണ്ട കേട്ടോ, മറ്റേ പ്രാവശ്യം മേടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള അത്യാവശ്യം പണിയായുധങ്ങളൊക്കെ വീട്ടിലുള്ളത് നല്ലതാണ്. ചെറിയ പരിപാടികൾ, എവിടെയെങ്കിലും ഒരു സിമൻറ്റ് പൊട്ടി നിങ്ങളത് ഇട്ട് ഒന്ന് തേച്ചൊന്ന് വൃത്തിയാക്കി അവിടെ ഒന്ന് ഒരു ടൈൽസ് മാറ്റണം, ഒരു ടൈൽസ് ഇളക്കി മാറ്റി വേറെ ടൈൽസ് വേണ്ടി മേടിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് നോക്കിയേ. ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഉടനെ അതിന് 10 പേരെ വിളിക്കാൻ പോയി അവനെ കൊണ്ടുവന്ന് അവൻ്റെ നേരത്തെ നോക്കി ശരിയാക്കുമ്പോഴത്തേക്ക് ആ കാലങ്ങൾ കടന്നു പോകും. അതിനേക്കാൾ നല്ലത് രാവിലെ ചെറിയ സിമൻറ്റ് വർക്കും ആ ബാത്റൂമിനകത്ത് ആ കക്കൂസിൻ്റെ സൈഡിൽ ആ ക്ലോസറ്റിൻ്റെ സൈഡിൽ പൊട്ടി അവിടെയൊക്കെ ഇച്ചിരി പുട്ടി വാങ്ങാൻ കിട്ടുമല്ലോ, ആ പുട്ടി ഒന്ന് എടുത്തിട്ട് വന്നിട്ട് അവിടെ ഒന്ന് നീറ്റാക്കി രാത്രി എല്ലാവരും ബാത്റൂം ഉപയോഗിച്ചിട്ട് രാത്രി നിങ്ങൾ ഒരു അരമണിക്കൂർ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി നേരം വെക്കുന്ന നോക്കിയാൽ പുതിയ കക്കൂസായിട്ട് അവിടെ ഇരിക്കും. കണ്ടോ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കുറേ നാളായിട്ട് ആ കക്കൂസിൻ്റെ വാതിൽ നോക്കി കിടന്ന് അമ്മൂമ്മയുടെ പല്ലാടുന്ന പോലെ നാടുക, അതൊന്നും നേരെയാക്കാൻ നിങ്ങൾക്ക് ഇന്നുവരെ പറ്റിയില്ലല്ലോ. സ്വതന്ത്രം അത് നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ, വേറെ ആളെ വിളിക്കാൻ നിൽക്കരുത്. അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, എന്തായാലും തൂക്കുകട്ട നമ്മുടെ വിഷയം തൂക്കുകട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ തൂക്കുകട്ട പിടിച്ചാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ശബ്ദമില്ലാതെ ആ ബിൽഡിങ്ങിനോട് സംസാരിക്കുന്ന ഒരായുധമാണ് തൂക്കുകട്ട. ശബ്ദമില്ലാതെ ആ ബിൽഡിങ്ങിനോട് സംസാരിക്കുക, ശബ്ദമില്ലാതെ ആ ബിൽഡിങ്ങിനോട് പറയാം, ഭിത്തികളെ നിങ്ങളെല്ലാം നേരെ നിൽക്കാൻ കാര്യം ഞാൻ സ്വതന്ത്രം, അല്ലേ? മുകളിൽ നിൽക്കുന്ന സൺഷൈഡിനോട് പറയാ, നീയും നേരെ നിൽക്കാൻ കാര്യം ഞാനാ. മുകളിലുള്ള പാരപ്പറ്റിനോടും പറയാ, നീയും നേരെ നിൽക്കാനുള്ള കാരണം ഞാനാ. കട്ടളയോട് പറയാ, നീ നേരെ നിൽക്കാനുള്ള കാര്യം ഞാനാ. ഞാനില്ലായിരുന്നെങ്കിൽ നീ നേരെ നിൽക്കും, പക്ഷേ നിന്റെ കൂട്ടത്തിൽ നിൽക്കേണ്ട ഭിത്തികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നേനെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിണ്ടാതെ നമ്മോട് സന്ദേശം അറിയിക്കുന്ന ഒരു പണിയായുധമാണ് തൂക്കുകട്ട. ഈ തൂക്കുകട്ട വീടിന്റെ എല്ലാ മൂലയ്ക്കും എത്തുന്നൊരു സാധനമാണ്. ഇനി പുറം ഭിത്തി മാത്രമല്ല തൂക്കുകട്ട പിടിച്ച് പണിയുന്നത്, അല്ലേ? അകത്തും തൂക്കുകട്ട പിടിക്കും, അകത്തും പിടിക്കും, അടുക്കളയ്ക്കകത്ത് പിടിക്കും, സ്റ്റോർ റൂമിനകത്ത് പിടിക്കും. എവിടെയെല്ലാം ഭിത്തി പോകുന്നുണ്ടോ അവിടെയെല്ലാം ഈ തൂക്കുകട്ട വരും.
തൂക്കട്ട തരും. എൻ്റെ പ്രിയരെ, ആമോസ് തൂക്കുകട്ടയുമായിട്ട് ഒരു വിഭാഗത്തിന് നടുക്ക് നിൽക്കുക. സാധാരണ പുറത്ത് ആണ് ആളുകൾ കൂടുതലും കാണുന്ന സ്ഥലം അല്ലേ? പുറം ഭിത്തിയാണ് ഏറ്റവും അധികം, ഫ്രണ്ട് ഭിത്തിയൊക്കെ ആൾക്കാരെ കാണുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ തൂക്കുകട്ട പിടിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട, അവിടെ പിടിക്കുന്ന പോലെ തന്നെ അകത്തും പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിന്റെ നടുവിൽ തൂക്കുകട്ട പിടിക്കുന്ന ഒരു ദൂതൻ. ദൈവത്തിന് സ്തോത്രം. അതാണ് ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഞാൻ വായിച്ചേപ്പിക്കാം. യഹോവ എന്നോട്, ആമോസേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. വാക്യം. ഇസ്രായേൽ നടുവിൽ തൂക്കട്ട പിടിച്ചേക്കുക. പുറത്തല്ല, നടുക്ക്, അകത്ത് പിടിച്ചേക്കുക തൂക്കട്ട. സ്തോത്രം. ഇസ്രായേലിന് ചുറ്റും തൂക്കട്ട പിടിച്ചാൽ പുറത്തുള്ളവർക്ക് ഇസ്രായേലിനെ കാണുമ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നിയാലും ആരും അങ്ങനെ വലിയ കുറ്റമൊന്നും പറയല. പക്ഷേ ഈ അന്ത്യകാലത്ത് തൂക്കുകട്ട സഭയ്ക്കകത്തേക്ക് പിടിക്കാൻ പോവാ. ശുശ്രൂഷകന്മാരുടെ നടുവിലേക്ക് തൂക്കുകട്ട വരാൻ പോവുക. വിശ്വാസികളുടെ നടുവിലേക്ക് തൂക്കുകട്ട വരാൻ പോവുക. പ്രിയരെ, ദൈവവചനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും പുറത്തല്ല, അകത്തൊരു തൂക്കുകട്ട ഇറക്കാൻ പോവുക. സഹോദരാ, നിങ്ങളുടെ ഹൃദയത്തിന് നടുക്കേക്ക് ഒരു തൂക്കുകട്ട ഇറക്കാൻ പോവുക. ഇസ്രായേൽ നടുവിൽ ഞാൻ തൂക്കുകട്ട. എന്നിട്ട് എന്താ പരിപാടി? ചുമ്മാ ഒരു നേരം പോക്കല്ലേ, ഇരിക്കട്ടെ ഒരു തൂക്കട്ട എന്നാണോ? അല്ല. സ്തോത്രം. എന്തോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. അടുത്ത സെന്റൻസ് നമ്മൾ വായിക്കണം. അതാണ്, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പൊ തൂക്കുകട്ട എന്തിനുള്ളതാ? തൂക്കട്ട എന്തിനുള്ളതാ? ചെയ്ത കുറ്റം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് ഈ തൂക്കുകട്ട പറയും കുറ്റം എന്നാണ്. ആ കുറ്റം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. തൂക്കുകട്ട പറയും, തൂക്കുകട്ട പറയും. ഇസ്രായേലിന്റെ നടുവിലോട്ട് തൂക്കുകട്ട പിടിച്ചേ ഇറങ്ങി വരിക. തൂക്കുകട്ട ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ തൂക്കുകട്ടയെ നാണക്കെടുത്തുന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ ജീവിതം, ഇല്ലേ? ചില ആൾക്കാർ ബിൽഡിംഗ് കൊടുത്തിട്ട് തൂക്കുകട്ട പിടിക്കുമ്പോഴത്തേക്ക് തൂക്കുകട്ട അങ്ങ് ഭിത്തിയുമായിട്ട് 2 ചാണ അകലെയാ. എങ്ങനെ ഉണ്ടാവും ആ ഭിത്തി? എപ്പം മറിഞ്ഞെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് പണിയുമ്പോൾ തൂക്കുകട്ട ഒരു വിഷയമല്ല. പക്ഷെ നേരെ ഭിത്തി പണിയുമ്പോൾ എല്ലാ വീടിനും അത്യാവശ്യമാണ് തൂക്കുകട്ട. എൻ്റെ പ്രിയരെ, നടുവിൽ തൂക്കുകട്ട പിടിച്ചിരിക്കുക. സഭയുടെ നടുവിൽ, അകത്ത്. പുറത്താരും കേൾക്കണ്ട. പുറത്തുള്ളവർക്കെല്ലാം നിങ്ങൾ ഭയങ്കര സെറ്റപ്പാന്ന. പക്ഷേ ഇന്ന് രാവിലെ തൂക്കട്ട നിങ്ങളുടെ വീട്ടിനകത്തോട്ട് കൊണ്ടുവരിക. നീയാകുന്ന ജീവിതം എങ്ങനെയുണ്ട്? തൂക്കട്ട വെച്ച് നോക്കുക. പ്രാർത്ഥനയുണ്ടോ? ഉപവാസമുണ്ടോ? അഭയാചനയുണ്ടോ? ആത്മതപനമുണ്ടോ? വൈരാഗ്യം കളഞ്ഞോ? പിണക്കം കളഞ്ഞോ? കോപം കളഞ്ഞോ? ഈർഷ്യ കളഞ്ഞോ? വമ്പ് പറയും നിർത്തിയോ? എല്ലാം ഈ തൂക്കട്ട വെച്ച് നോക്കുക. സ്വതം നിങ്ങൾക്ക് കേൾക്കണം, ഒരു രഹസ്യം ഞാൻ പറയാം. തൂക്കുകട്ടയ്ക്ക് നാണക്കേടായി. എന്നിട്ട് നിങ്ങളൊരു നാണമില്ല നിൽക്കുക. ഞാനെന്തോ വലുതാണെന്ന് പറഞ്ഞു. തൂക്കുകട്ടയ്ക്ക് നാണക്കേടായി. ഇനി നമുക്ക് തൂക്കുകട്ടോട് ചോദിക്കാം, എന്നാ ഉണ്ട് വിശേഷം? അവിടെ പോയിട്ട് എങ്ങനെയുണ്ട്? ആ സഭയുടെ നടുവിലോട്ട് പോയിട്ട് തൂക്കട്ട പറയാണേ, ഞാൻ വിചാരിച്ചേ വലിയ സെറ്റപ്പാന്നാ. പക്ഷെ അകത്തോട്ട് ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഭയങ്കര അലമ്പായതിനകത്ത്. ഭയങ്കര പിണക്കാരാ, ഭയങ്കര തല്ലുകൊള്ളുന്ന വർത്താനേ പറയുള്ളൂ. പുറത്തു നോക്കിയാലോ ഭയങ്കര പാട്ടാ, എന്നാ തീപ്പൊരി ആരാധനയാ. പക്ഷെ തൂക്കട്ട പിടിച്ച് നോക്കിയപ്പം തൂക്കട്ട പറയാ, ഞാനവിടെ ചെന്നപ്പോഴേ സ്വത്രം പിടിച്ചു നോക്കിയപ്പോഴത്തേക്ക് തലേ രാത്രി 9 മണി കഴിഞ്ഞിട്ടും സിനിമ നിർത്തിയിട്ടില്ല. വീട്ടിനകത്ത് ടി വിക്കകത്തെ. എന്നിട്ട് രാവിലെ വന്ന് ഭയങ്കര പരിപാടിയാണ്. രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിലേക്ക് തൂക്കട്ട് വരണം എന്ന് ധൈര്യത്തോടെ പറയാൻ അത്രവർക്ക് കഴിയും.
കർത്താവേ, ആ തൂക്കുകെട്ട് എന്റെ വീട്ടിലേക്ക് വിട്, എന്റെ ജീവിതത്തിലേക്ക് വിട്. ആ തൂക്കുകെട്ട് ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സ്തോത്രം. ഇന്നെല്ലാ സഭയുടെ മുമ്പിൽ ഒരു ബോർഡ് വെക്കാൻ സാധ്യതയുണ്ട്. ഈ അന്ത്യകാലത്ത് തൂക്കുകെട്ടയ്ക്ക് പ്രവേശനമില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തൂക്കുകെട്ട വീട്ടിലോട്ട് വരട്ടെ? പാഷേ, ഞങ്ങളുടെ വീട്ടിലോട്ട് വിട് പാഷേ എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ ദൈവം ഭാഗം നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ആമോസിലൂടെ ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിച്ച് കവിക്കാൻ ഞങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിലവാരം അങ്ങ് അറിയുന്നവർക്ക് സ്തോത്രം. കർത്താവേ, ഇസ്രായേലിന്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ശിക്ഷയല്ലാതെ വേറൊരു വഴിയില്ല. ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നാൽ എന്തായിരിക്കും സ്ഥിതി ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരുന്നു. ഞങ്ങളെ നേരെ ചൊവ്വേ പണിയണമേ. കർത്താവേ, കുശവണി മണ്ണിന്റെ മേൽ അധികാരമുള്ളതുപോലെ അങ്ങേക്ക് ഞങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഞങ്ങളെ മനയണമേ, വാർത്തെടുക്കണം. മോൾഡ് മീ ആൻഡ് മേക്ക് മീ ലോർഡ് ആഫ്റ്റർ ദൈ വിൽ. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. കൃപ ചെയ്യണമേ, സമർപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ടവനെ സമർപ്പിക്കുന്നു. ഞാൻ ഈ സഭയെ, ഈ ദേശത്തെ, ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തൂക്കുകെട്ട സഭയ്ക്കകത്തേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിനകത്തേക്ക്, സംഘടനയ്ക്കകത്തേക്ക്, എല്ലാ സമസ്ത മേഖലകളും തൂക്കുകെട്ട വരട്ടെ. അങ്ങനെ തൂക്കുകെട്ട വന്നു കഴിയുമ്പോൾ കാണാനും ഭംഗിയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.